നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്രോട്ടീൻ പാക്ക് ആണ് ഇത്. ആഴ്ചയിൽ ഒരു തവണ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഉള്ളോടുകൂടി വളരാനും ഇത് നന്നായിട്ട് സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 17 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുടിയിൽ ഒരു പ്രോട്ടീൻ പാക്ക് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീൻ പാക്കുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുന്നില്ല, മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം മാത്രമായിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പാക്ക് നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ മുട്ടയുടെ മഞ്ഞ വീഴാതെ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുക്കുക. മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഹെയറുകാരൊക്കെ ആണെങ്കിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്, പക്ഷേ സ്മെല്ലുണ്ടാവും, സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഷാമ്പു ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളിന്ന് ഷാമ്പു ഉപയോഗിക്കാത്തത് കൊണ്ടാണ് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുന്നത്. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മളിന്ന് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 2 മുട്ട നമ്മൾ എടുക്കുന്നത്. ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 മുട്ടയുടെ വെള്ളം നിങ്ങളുടെ മുടിയുടെ അളവ് അനുസരിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് ഒരു മുട്ടയുടെ വെള്ളം മതി എന്നാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 2 മുട്ടയുടെ വെള്ളം എടുക്കുക. മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇന്ന് ഏത് പാക്ക് ചെയ്യണം എന്നുള്ളത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. മുട്ട ഉപയോഗിക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ മുട്ട ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എടുക്കട്ടെ. അപ്പം ഞാനിതാ മുട്ടയുടെ വെള്ള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ. ഞാനിതാ ഇവിടെ അത്യാവശ്യം നല്ല പുളിപ്പുള്ള കട്ട തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഇത് കണ്ടോ, അത്യാവശ്യം നല്ല പുളിപ്പുള്ള കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ തൈര് ഒരു 3 സ്പൂൺ അളവിൽ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് എന്തെങ്കിലും മുടിക്ക് സ്യൂട്ടാവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തൈരിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 3 സ്പൂൺ അളവിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. തൈരാകുമ്പോൾ പിന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നോക്കാം. നന്നായിട്ട് മിക്സായാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല. അല്ലെങ്കിൽ തൈര് വേറെ ആയിട്ടും മുട്ട വേറെ ആയിട്ടും നിൽക്കും. എനിക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ നന്നായിട്ട് മിക്സ് ആവുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ എന്താണെന്ന് വെച്ചാൽ വെള്ളം പോലെ ആയി പോകും കേട്ടോ. നമ്മളിങ്ങനെ താവുകയാണെങ്കിൽ കുറച്ചൊരു കുഴമ്പൽ പരുവത്തിൽ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്താലേ കറക്റ്റായിട്ട്. അല്ലെങ്കിൽ ഇത് കണ്ടോ അങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലെ മുട്ടയുടെ വെള്ളയും പിന്നെ തൈരും പിരിഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലൂസായിട്ടാണ് കിട്ടുക, എങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, കട്ടയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോട്ടീൻ പാക്കാണിത്. ആഴ്ചയിൽ ഒരു തവണ നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളർച്ച നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്തിനും ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് മുടിയിലേക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ തൈരൊക്കെ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും മുട്ടയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈനസ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറഞ്ഞ അളവിൽ, ഒരുപാടൊന്നും വേണ്ട, കുറഞ്ഞ അളവിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഓയിൽ തേച്ച് കൊടുക്കുക. ഡ്രൈ ഹെയർ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ഓയിൽ തേച്ചിട്ട് മാത്രം തേക്കുക. അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി പോകട്ടെ. അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ ഈ പാക്ക് സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിലും മുടിയിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ കുറഞ്ഞ അളവിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്കിനി തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇരുന്ന് തേക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് സ്കാൽപ്പിലാണ് കേട്ടോ നന്നായിട്ട് തേക്കേണ്ടത്. മുടിയിൽ തേച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുക. ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുടിയിലേക്ക് തേച്ചാൽ മതി. സ്കാൽപ്പിൽ തേച്ചാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താ പറയുക, സ്കാൽപ്പും മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമ്മുടെ റുട്ടീൻ ആയിക്കോട്ടെ, ഞാൻ എല്ലാത്തിലും പറയുന്ന ഒരു കാര്യമാണ് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ പ്രോട്ടീൻ പാക്ക് ഉപയോഗിക്കുക എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് മുട്ടയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ മുടിയിൽ മുട്ടയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെക്കുക കേട്ടോ. 15 മിനിറ്റിൽ കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല. മുട്ടയായതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അപ്പോൾ ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അതിൽ കൂടുതൽ നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് കഴുകാം. കഴുകുന്ന സമയത്ത് ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുത്താൽ മതി കേട്ടോ. മുട്ടയുടെ വെള്ള ആയതുകൊണ്ട് തന്നെ സ്മെല്ല് ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ചെയ്താൽ മതി. മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് രീതിയിൽ മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവും. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് കെട്ടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു പാക്കിൽ തൈര് ചേർത്ത കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സ്കാൽപ്പിൽ ചെറിയ കുരുക്കൾ വരുന്ന പ്രശ്നമോ ഇച്ചിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 17ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ മുട്ട ഉപയോഗിച്ചാലും ചെറിയൊരു ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹെയർ സെറം എന്തെങ്കിലും തേച്ചിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നൈറ്റ് ഹെയർ കെയർ ചെയ്താൽ മതി. വലിയ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് രീതിയിൽ മസാജിങ് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ 18ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത്. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്ത് കൊടുക്കുക. മുടി കഴുകാത്തവരാണെങ്കിൽ അന്നത്തെ ദിവസം മുടി കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.